അങ്ങനെ വണ്ടി ഓടിച്ച് ഉപ്പാട് തള്ളിയിട്ടുണ്ടായിരുന്ന മധുവട്ടം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ എണീറ്റ് ബീച്ചിലേക്ക് വന്നു. ഞങ്ങളവിടെ തകർക്കുമായിരുന്നു. കുടയൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്. ബീച്ചിലേക്ക് പോകുമ്പോൾ കുട കൈ പിടിക്കുമോ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഞങ്ങൾ പിടിക്കും. ഞങ്ങൾ അങ്ങനെയാണ്. നല്ല ശാന്തമായിട്ടുള്ള ഭംഗിയുള്ള ബീച്ചായിരുന്നു. പക്ഷെ കുറച്ച് കറുത്ത വെള്ളം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുണ്ടായിരുന്നല്ലോ, അത് കാരണം വെള്ളം കുറച്ച് കറുത്തതായ കാരണം ഞങ്ങൾ കുളിച്ചില്ല. പക്ഷെ കളിക്കാനൊക്കെ പറ്റി നല്ല എന്താ പറയുക, ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബീച്ചാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. ഞങ്ങൾക്ക് ചൂടോടുകൂടി ബജ്ജിയ ഉണ്ടാക്കി തന്നു. അത് കഴിച്ച് ദുർഗ തള്ളി മറക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ മോളായതുകൊണ്ട് മാത്രം ഞങ്ങൾ സഹിച്ച് ക്ഷമിച്ച് കേട്ടിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ബീച്ചിലേക്ക് പോയി. മണ്ണപ്പം ചുട്ട് കളിക്കുന്ന ചെറിയ കുട്ടികളാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ബീച്ചിൻ്റെ രാത്രി വ്യൂ ആണിത്. കുറേ ഫോട്ടോ കൊടുത്തു, അവിടുത്തെ ഓരോ എന്താ പറയുക സാധനങ്ങളൊക്കെ എടുത്തിട്ട്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് നല്ല കൊതുകടിയായിരുന്നു. രാത്രി കുറച്ച് കഴിയുമ്പോൾ കൊതുകടിയൊക്കെ കുറഞ്ഞു. എന്തൊക്കെയോ പ്രാണിയെ പിടിച്ച് കടിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ നല്ല സുഖമായിരുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, കൊതുകടിയൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ വീണ്ടും ബീച്ച് കാണാൻ വേണ്ടി പോയി. അത് റീലെടുക്കാനുള്ള കോപ്രായാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, രുദ്രയുടെ. കുറേ ഞങ്ങൾ റീലെടുക്കാൻ ശ്രമിച്ചു. ചിലതൊക്കെ ഫ്ലോപ്പായി, ചിലതല്ല എല്ലാം ഫ്ലോപ്പായി, ഒന്നും സക്സസ് ആയില്ല. പിന്നെ ഞാൻ വീണ്ടും പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞ് വീണ്ടും അത് ക്യാമറയിലാക്കാൻ എൻ്റെ ക്യാമറ വൈദഗ്ധ്യം കാണിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വീണ്ടും റീലിനുള്ള തത്രപ്പാടാണ്. ഇതും ഫ്ലോപ്പായി പോയി. പല പാട്ടുകളും വിചാരിച്ചെടുത്ത എന്താ പറയുക വീഡിയോ ആണത്. പക്ഷെ ഒക്കെ ഫ്ലോപ്പായി പോയി, ഒന്നും സക്സസ് ആയില്ല. അതും ഫ്ലോപ്പായി. ഞാൻ കൈകൊണ്ട് കാണിക്കുന്നത് നിർത്തിക്കോ എന്ന് പറയേണ്ടതാണ്. പിന്നെ കുഞ്ഞപ്പൻ്റെയും അപ്പൂൻ്റെയും മക വ്ളോഗ് എടുക്കാനുള്ള ശ്രമമായിരുന്നു. അവരെന്തൊക്കെയോ പറഞ്ഞ് വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുറേ കോപ്രായങ്ങൾക്ക് ശേഷം, പല ഡയലോഗുകൾക്ക് ശേഷം കുഞ്ഞപ്പൻ വീണ്ടും റീലെടുക്കാനായിട്ട് കുരങ്ങൻ്റെ പോലെ മുകളിലേക്ക് ചാടി. അങ്ങനെ ഒരു സ്ലോ മോഷനിലുള്ള ഒരു വീഡിയോ ഒക്കെ ഞങ്ങൾ എടുത്തു. അങ്ങനെ ഫുൾ രാവിലെ റീലും വീഡിയോയും അതുപോലെ എടുക്കാനുള്ള ശ്രമമായിരുന്നു. പല ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. പല ഫോട്ടോകളും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. യോഗ പോസ് അടിച്ചു മറിഞ്ഞ് വീഴാഞ്ഞത് എൻ്റെ ഭാഗ്യം. അവരവരുടെ റീലെടുക്കാനും കളിക്കാനുമുള്ള പല കോപ്രായങ്ങളും കാണിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു ബീച്ച് കണ്ടു നിങ്ങൾ ബാക്ക്. എന്താ എൻ്റെ ഒരു ഭംഗി കാണാനായിട്ട്. അതിനുശേഷം വെറുതെ കിട്ടുന്ന ചായയില്ലേ പറഞ്ഞ് വീണ്ടും കുറച്ചുകൂടി ചായ വലിച്ച് കയറ്റി മധുവേട്ടൻ. ഇതാണ് ഞങ്ങളുടെ റൂം. മുമ്പ് കാണിക്കേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് വിട്ടുപോയി. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നല്ല റൂമായിരുന്നു, നല്ല സൗകര്യങ്ങളുള്ള, നല്ല നീറ്റായിട്ടുള്ള, വൃത്തിയുള്ള, ക്ലീനായിട്ടുള്ള റൂമായിരുന്നു. മധുവേട്ടൻ പറഞ്ഞു മതി നിങ്ങൾ തകർത്തത്, ഇനി നമുക്ക് പോകാൻ. കാര്യം കഴിഞ്ഞ ദിവസത്തെ നല്ല ഓർമ്മയുണ്ട്. തള്ളിയത് ഓർമ്മയുള്ള കാരണം ഞങ്ങളൊക്കെ എങ്ങനെയെങ്കിലും അടിച്ച് തളിച്ച് പുറത്താക്കി വാതിലടച്ച് പോവാനുള്ള തത്രപ്പാടിലായിരുന്നു മധുവേട്ടൻ. മനസ്സോടു കൂടിയാണെങ്കിലും പാണ്ടക്കെട്ട് വലിച്ചു മുറുക്കി ദുർഗ ഇറങ്ങി ബീച്ചിനോട് യാത്ര പറഞ്ഞു. ഇനിയും വരാമെന്നൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനസ്സോടുകൂടി ബാണ്ടക്കെട്ട് മുറുക്കി പതുക്കെ വരികയാണ്. മധുവേട്ടന് നല്ല ടെൻഷനുണ്ട്. ഇന്നലത്തെ പോലത്തെ പണി കിട്ടുമോ എന്നുള്ള പേടി. മധുവേട്ടൻ്റെ ഇൻഡ്യൂഷൻ ശരിയായിരുന്നു. ഞങ്ങൾ രാവിലെ 9 മണിക്ക് പുറപ്പെട്ടിട്ട് എത്തിയത് 11:30 11 മണിക്കാണ് വീട്ടിൽ.